वीणावादिनी महातपस्विनी, वो है शिव की शक्ति। ശിവജ്യോതിരൂപന്റെ ശക്തി സേനാപതി പ്രിയമമ്മ ജഗദംബ ആദിദേവി നീ, അമൃത സരസിലെ ദേവി. ശിവജ്യോതിരൂപന്റെ ശക്തി സേനാപതി പ്രിയമമ്മ ജഗദംബ. ഓർമ്മകളിൻ പൂങ്കാവനത്തിലേറി ചാരത്തണഞ്ഞു നിൻ മടിയിൽ മയങ്ങിടവേ, ജീവനിൽ ചേർന്നലിയും മാതൃഭാവം. ഓം ശാന്തി. ഇന്നും മമ്മയുടെ ഓർമ്മകളുമായി നമ്മുടെ മുന്നിലെത്തുന്നത് ആദരണീയനായ രാജ്യോഗി ബ്രിജ്മോഹൻ ഭായിജിയാണ്. ബ്രിജ്മോഹൻ ഭായിയുടെ ക്ലാസ് നിങ്ങളെല്ലാവരും മധുബനിൽ ബാബ മിലനത്തിന് പോകുമ്പോഴെല്ലാം കേൾക്കാറുള്ളതാണ്. ഇപ്പോൾ യജ്ഞത്തിൻ്റെ അഡീഷണൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് യജ്ഞരക്ഷകൻ എന്നതുപോലെ യജ്ഞത്തിൻ്റെ എല്ലാ അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ചുമതലകർത്താവാണ്. കുടുംബസമേതം 1950കളിൽ തന്നെ ആദ്യത്തെ ഡൽഹിയിലെ സെൻറ്ററിൽ തന്നെ അച്ഛനും അമ്മയും ഭായ്സാബും അനിയനും കുടുംബസമേത ജ്ഞാനത്തിൽ വന്ന ഫാമിലിയാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരുന്നു, വർക്ക് ചെയ്യായിരുന്നു ആദ്യം. പിന്നെ ബാബയുടെ നിർദ്ദേശാനുസരണം യജ്ഞത്തിൽ സമ്പൂർണ്ണ സേവനത്തിനായി സമർപ്പണമായി. ഇന്ന് എല്ലാവരും ഡൽഹിയിലും അനേകം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ സേവാകേന്ദ്രങ്ങൾ തുടങ്ങാൻ അച്ഛനും അമ്മയും എല്ലാം നിമിത്തമായിട്ട് മാറി. ഭായ്സാബും ഇന്ന് നമ്മൾ ഭായ്സാബിൻ്റെ അനുഭവമാണ് കേൾക്കുന്നത്. ഞാനും മാതേശ്വരിയും. ബ്രഹ്മകുമാർ ബ്രിജ്മോഹൻ ഭായിജി മാതേശ്വരിജിയോടൊപ്പമുള്ള തൻ്റെ അനുഭവങ്ങൾ എഴുതുകയാണ്. മാതേശ്വരിയിൽ നിന്ന് സാകാരത്തിൽ അലൗകിക സ്നേഹവും പരിപാലനയും എടുത്ത സൗഭാഗ്യശാലികളായ മക്കളിൽ ഒരാളാണ് ഞാൻ. 1955 ആദ്യമായി കൂടിക്കാഴ്ച മമ്മയുമായി നടന്നത്. അപ്പോൾ ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒപ്പം ഈശ്വരി വിശ്വവിദ്യാലയത്തിൻ്റെ ഡൽഹിയിലെ കമലാനഗർ സേവാ കേന്ദ്രത്തിലെ ജ്ഞാനയോഗത്തിൻ്റെ പഠിച്ച് തുടങ്ങി കുറച്ച് മാസങ്ങളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് എൻ്റെ ലൗകിക മാതാപിതാക്കളോടും സഹോദരനുമൊപ്പം പിതാശ്രീയെയും മാതേശ്വരിയെയും കാണുന്നതിന് വേണ്ടി അബു പർവ്വതത്തിലുള്ള മധുബൻ
സ്വർഗാശ്രമത്തിലെത്തി. ആദ്യത്തെ കൂടിക്കാഴ്ച ഹിസ്റ്ററി ഹാളിൽ. മമ്മ ഒരു ഗദ്ദിയിലും ബാബ മറ്റൊരു ഗദ്ദിയിൽ. ഗദ്ദി പറഞ്ഞ മുരളി വായിക്കാനിരിക്കുന്ന പീഠമുണ്ടല്ലോ, മറ്റൊന്നിൽ മാതേശ്വരിയും ഇരിക്കുകയായിരുന്നു. ഞാൻ രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. മമ്മ ഒരലൗകിക ആകർഷണത്തോടെ പുഞ്ചിരി തൂക്കിക്കൊണ്ടിരുന്നു. മുഖത്ത് നിന്ന് ആത്മീയത പ്രകാശിച്ചുകൊണ്ടേയിരുന്നു. കണ്ണുകളിൽ നിസ്സീമമായ സ്നേഹം വർഷിച്ചുകൊണ്ടിരുന്നു. അതിപ്രഭാവശാലിയായ വ്യക്തിത്വമായിരുന്നു മമ്മയുടേത്. സഹജമായും ആകർഷണീയവും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മമ്മ ഒന്നും പറയുകയോ ഒരു ആംഗ്യങ്ങളും കാണിക്കുകയോ ചെയ്തിട്ടില്ല. മമ്മ ഗതിയിലിരുന്ന് പുഞ്ചിരിയോടെ ദൃഷ്ടി നൽകുക മാത്രമാണ് ചെയ്തിരുന്നത്. പക്ഷേ മമ്മയുടെ ആ പുഞ്ചിരിയിലും ആത്മീയ ദൃഷ്ടിയിലും ആത്മീയമായ ഒരു മാസ്മരിക ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തി എന്നെ മമ്മയുടെ സമീപത്തേക്ക് വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ എഴുന്നേറ്റ് ആ അലൗകിക മാതാവിൻ്റെ അടുത്ത് പോയിരുന്നു. അന്തർദാഹം തീർക്കുന്നതായിരുന്നു മമ്മയുടെ സാന്നിധ്യം. ആ ക്ഷണം എനിക്ക് മനസ്സിലായി, ഭക്തർ ശീതളാദേവി എന്ന് മാതാവിൻ്റെ മഹിമ എന്തുകൊണ്ടാണ് പാടുന്നത്. മമ്മയുടെ തൂവൽ സമാനമായ കോമളഹസ്തം, കമലപുഷ്പ സമാനമായ പവിത്ര ഹസ്തങ്ങളാൽ എന്നെ സ്നേഹത്തോടെ തലോടുകയും വായിൽ മധുരമായ യജ്ഞപ്രസാദം നൽകുകയും ചെയ്തു. ആ സാമീപ്യത്തിൽ ഭൈസാബ് പറയണേ, മമ്മയുടെ ആ സാമീപ്യത്തിൽ എനിക്ക് മനസ്സിലായി ഞാൻ അനുഭവിച്ച ശീതളതയിൽ നിന്ന്. അതുകൊണ്ടാണ് ഭക്തി മാർഗത്തിൽ അംബയുടെ മഹിമയിൽ ശീതളാദേവി എന്ന പേരിൽ ഭക്തർ പാടുന്നത്. അബുവിൽ താമസിച്ച അത്രയും ദിവസം അനിർവചനീയവും വിചിത്രവുമായ അനുഭൂതിയിലായിരുന്നു. ഞാൻ ആരോടും ഒന്നും പറഞ്ഞിരുന്നില്ല. നിങ്ങൾ ഊഹിക്കുന്നുണ്ടാവും അങ്ങനെയുള്ള അസാധാരണമായ അനുഭവങ്ങൾ എന്തുകൊണ്ടാണ് ഒളിപ്പിച്ചു വെച്ചത്. എന്തുകൊണ്ടെന്നാൽ ക്ലാസ്സിലല്ലെങ്കിൽ ചേംബറിൽ ബാബ ഇരിക്കുമ്പോൾ, ക്ലാസ്സിൽ മുരളി നടക്കുന്ന സ്ഥലത്ത്, ചേംബർ എന്ന് പറഞ്ഞാൽ മുരളി ക്ലാസ്സിന് ശേഷം അക്കാലത്ത് ബാബയും മമ്മയും ഒരു മുറിയിൽ വന്ന് ഇരുന്ന് മക്കളോടൊപ്പം ആത്മീയ സംഭാഷണം നടത്തിയിരുന്നു. അവിടെ ഇരുന്ന് ടോളിയും നൽകിയിരുന്നു. ആ സ്ഥാനത്താണ് ചേംബർ എന്ന് അറിയപ്പെട്ടിരുന്നത്. ബാബയും മമ്മയും ഒരുമിച്ചിരിക്കുമ്പോൾ എനിക്ക് ഒരു ചിന്താക്കുഴപ്പം ഉണ്ടാകുമായിരുന്നു. ആരിൽ നിന്ന് ആദ്യം ദൃഷ്ടിയെടുക്കും, ആരുടെ ദൃഷ്ടി നഷ്ടപ്പെടുത്തും. ഒരു ഭാഗത്ത് ഞാൻ സൂര്യൻ്റെ തേജസ്സും പ്രകാശവുമാണ് ബാബയിലെങ്കിൽ, മറുഭാഗത്ത് ജ്ഞാനചന്ദ്രൻ്റെ പ്രകാശവും ശീതളതയുമായിരുന്നു മമ്മയിൽ. രണ്ടുപേരിൽ നിന്നും ഒരുമിച്ച് ദൃഷ്ടിയെടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പിന്നീട് ഞാൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കി, രണ്ടുപേരിൽ നിന്നും മാറി മാറി ദൃഷ്ടിയെടുക്കുക. ലൗകിക മാതാവിൻ്റെയും അലൗകിക മാതാവാണ് മമ്മ. മമ്മ ഒരു യുവതിയായിരുന്നു, കന്യകയായിരുന്നു. പക്ഷേ യജ്ഞമാതാവിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാൻ തുടങ്ങിയതോടെ മമ്മയുടെ ശാരീരിക പ്രകൃതിയിൽ പോലും അത്ഭുതകരമായ പരിവർത്തനം സംഭവിച്ചു. ശാരീരിക രൂപം തന്നെ ഒരു മാതാവിൻ്റേതായി മാറി. വൃദ്ധരിലും വൃദ്ധരായവർ പോലും
സ്വാഭാവികമായി തങ്ങളുടെ മാതാവെന്ന് അംഗീകരിച്ചു. എൻ്റെ ലൗകിക പിതാവും അതേപോലെ പ്രായമുള്ളവരായ കുട്ടികൾ പോലും മമ്മ മമ്മ എന്ന് വിളിച്ചു. അതിനേക്കാൾ ഉപരി എനിക്ക് അസാധാരണമായ മറ്റൊരനുഭവമുണ്ടായി. ഒരു വ്യാഴാഴ്ച ദിവസം മധുബൻ സ്വർഗാശ്രമത്തിൽ ട്രാൻസിൽ പോയി ശിവബാബയ്ക്ക് ഭോഗ് സമർപ്പിക്കാൻ ഏൽപ്പിച്ച സന്ദേശി മമ്മയുടെ ലൗകിക മാതാവായിരുന്നു. മമ്മയുടെ ലൗകിക അമ്മയുടെ പേര് റോജ മാതാവ് എന്നായിരുന്നു. ആ മാതാവ് ജ്ഞാനത്തിലുണ്ടായിരുന്നല്ലോ. ആ ലൗകിക മാതാവ് തൻ്റെ തന്നെ ലൗകിക പുത്രി മമ്മ തൻ്റെ അലൗകിക മാതാവായും, ഭായ് സാബ് പറയണേ, എനിക്ക് കണ്ട അത്ഭുതം ഇതാണ്. മമ്മയുടെ അമ്മ സന്ദേശി പുത്രിയായിട്ട് ഭോഗ് വയ്ക്കാൻ പോകുന്നു. പക്ഷേ ആ സമയത്ത് ഭോഗ് വയ്ക്കാനായിട്ട് സന്ദേശി പുത്രിയെ അയക്കുന്നത് അലൗകിക മാതാവിൻ്റെ സ്ഥാനത്ത് ഗതിയിലിരിക്കുന്നത് മമ്മയാണ്. അതായത് റോജ മാതാവിൻ്റെ മകൾ. ഇവിടെ മകൾ അമ്മയായിട്ട് മാറി, അമ്മ പുത്രിയായി മാറി, അലൗകിക പുത്രി. തൻ്റെ അലൗകിക മാതാവായും മമ്മ അവരെ തൻ്റെ അലൗകിക പുത്രിയായും സ്വീകരിച്ച് അവരുടെ പെരുമാറ്റ രീതി കണ്ട് ഞാൻ നോക്കി നിന്നുപോയി. യജ്ഞത്തിൽ എത്ര അത്ഭുതങ്ങളാണ് നടക്കണേ. അമ്മ മകളായി, മകള് അമ്മയായി. ആദ്യമായി ഈ ദൃശ്യം കണ്ടപ്പോൾ എനിക്ക് രോമാഞ്ചമുണ്ടായി. റോജ മാതാവ് വൃദ്ധയാണെന്നുള്ള യാതൊരു ഭാവഭേദവുമില്ലാതെ ഒരു മകളെ പോലെ യജ്ഞമാതാവായ മമ്മയുടെ മുന്നിൽ നിന്നു. സംസ്കാരങ്ങളും സ്വഭാവങ്ങളും കർത്തവ്യങ്ങളും പരിവർത്തനപ്പെടുന്നതോടെ മനുഷ്യാത്മാവിൻ്റെ പ്രകൃതവും സംബന്ധങ്ങളും എങ്ങനെ പരിവർത്തനപ്പെടുന്നുവെന്ന ഈ യാഥാർത്ഥ്യം എന്നിൽ ആ നിമിഷം മുദ്ര പോലെ പതിഞ്ഞു. സ്വഭാവം മാറിയപ്പോൾ, സംസ്കാരം മാറിയപ്പോൾ, കർത്തവ്യങ്ങൾ മാറിയപ്പോൾ മകള് അമ്മയായി മാറി. മമ്മയുടെ രൂപഭാവം, പ്രകൃതിയുടെ പ്രകൃതം പോലും മാറി. ദേഹത്തിൻ്റെ രൂപവും ഒരു മാതാവിൻ്റേതായി മാറി. എൻ്റെ ലൗകിക കുടുംബം മുഴുവൻ ജ്ഞാനമാർഗത്തിൽ ഉണ്ടായിരുന്നതിനാൽ ഞാൻ സൗഭാഗ്യശാലിയായിരുന്നു. ആ നിമിഷത്തെ അനുഭവം ലൗകിക ബന്ധങ്ങളെ അലൗകികമാക്കി പരിവർത്തനപ്പെടുത്തുന്നതിൽ എന്നെ വളരെയേറെ സഹായിച്ചു. മമ്മയും ലൗകിക മാതാവും തമ്മിലുള്ള ബന്ധം അലൗകിക മാതാവും മകളുമായി പരിവർത്തനപ്പെട്ട ആ കാഴ്ച, ഭായ് സാബ് പറയണേ, എൻ്റെ ലൗകിക് ജീവിതത്തിൽ എന്നെ വളരെയധികം സഹായിച്ചു. കാരണം ഭായ് സാബിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഒരു സഹോദരൻ്റെ ജ്ഞാനത്തിലുണ്ടായിരുന്നു. സഹോദരൻ നേരത്തെ തന്നെ ശരീരം വിട്ടു. പിന്നെ അമ്മ, അച്ഛൻ. പക്ഷെ അവരോടൊപ്പം ബ്രഹ്മബാബ അമ്മയെ വേറെ സ്ഥലത്തേക്ക് വിട്ടു, സേവയ്ക്ക് അച്ഛനെ വേറെ സ്ഥലത്തേക്ക് വിട്ടു, ഭായ് സാബിനെ വേറെ സ്ഥലത്തേക്ക് വിട്ടു. കാരണം അച്ഛനും ഭായ് സാബിനും ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെ ജോലി ട്രാൻസ്ഫർ ആകുന്നു അതാത് സ്ഥലങ്ങളിൽ, എല്ലാ സ്ഥലത്തിലും ഓരോ സെൻറ്ററുകൾ തുറന്നുകൊണ്ടിരുന്നു. അങ്ങനെ ബാബ ആദിയിൽ വന്ന കുട്ടികളിലൂടെ മുഴുവൻ ഭാരതത്തിലും സേവനം നടക്കാൻ എന്തെല്ലാം യുക്തികളാണ് ഉപയോഗിച്ചിരുന്നത്. ബ്രിജ്മോഹൻ ഭായിയുടെ അച്ഛനമ്മ രണ്ടുപേർക്കും തമ്മിൽ യാതൊരു തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബാബ പറഞ്ഞു, അറ്റാച്ച്മെൻ്റ് ഇല്ലല്ലോ നിങ്ങൾക്ക്, അതുകൊണ്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്ത് പോയി സേവനം ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും രണ്ട് വഴിയിലൂടെ സഞ്ചരിച്ച് സേവാ കേന്ദ്രങ്ങൾ ഒന്നിൻ്റെ പിന്നാലെ എടുത്തത് ബാബയുടെ നിർദ്ദേശപ്രകാരം തുറന്നുകൊണ്ടിരുന്നു. ഭായ് സാബിൻ്റെ അച്ഛൻ ജോലിക്കാരന് എവിടേക്ക് പോകുന്നു അവിടെ, അമ്മയെ ബാബ എവിടേക്ക് വിട്ടു സേവാർത്ഥം, അവിടെ പുതിയ സേവാസ്ഥാനങ്ങൾ തുറന്ന് അന്തിമ സമയം വരെ, ഭായ് സാബ് പറയുകയുണ്ടായി, അന്തിമ സമയം വരെ ആത്മാവ്
എവിടെയാണോ സേവാസ്ഥാനത്ത് ബാബ ഇരുത്തിയത്, വളരെ വൃദ്ധമാതാവായപ്പോൾ പോലും വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞതില്ല, ബാബ എന്നെ എവിടെ ഇരുത്തിയോ ഞാൻ അവിടെ ഇരുന്ന് സേവ ചെയ്യും. പരിവാരത്തോടൊപ്പം ഇരുന്നു. ഒരിക്കലും ലൗകിക പരിവാരത്തോടൊപ്പം പിന്നീട് പോകണമെന്ന സങ്കല്പമേ വന്നിട്ടില്ല. അങ്ങനെ ലൗകിക ബന്ധങ്ങളിൽ അലൗകിക രൂപത്തിൽ പരിവർത്തനപ്പെടുത്താൻ ഇതെന്നെ സഹായിച്ചു. ബാബയുടെ മക്കളും പലരും കുടുംബസമേത ജ്ഞാനമാർഗത്തിലുണ്ടല്ലോ, അച്ഛനും അമ്മയും മക്കളും പേരമക്കളും എല്ലാം. അപ്പം നമ്മൾ കുടുംബത്തിൽ, ലൗകിക കുടുംബത്തിലിരിക്കുമ്പോഴും അല്ലെങ്കിൽ ലൗകികത്തിലുള്ള നമ്മുടെ ബന്ധങ്ങളെല്ലാവരും ജ്ഞാനമാർഗത്തിൽ ഒന്നോ ഒന്നിലധികം പേരോ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടെയുള്ള നമ്മുടെ ഇടപഴകലുകൾ തീർച്ചയായും നമ്മൾ മാത്രമായിട്ട് ഇടപഴകുമ്പോൾ അത് അലൗകികം തന്നെയാകണം. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അല്ലേ നമുക്ക് സമൂഹത്തിൻ്റെതായ ദൃഷ്ടികോൺ വേറെ, പക്ഷേ ബാബയുടെ മക്കൾക്കിടയിൽ എപ്പോഴും കാര്യവ്യവഹാരം അലൗകിക രീതിയിൽ തന്നെ ആയിരിക്കണം. ഇത് നമുക്ക് മമ്മയുടെയും വർഷത്തിൽ ഒരു നല്ല പാഠം സ്വീകരിക്കാം. ലൗകിക കുടുംബാംഗങ്ങൾ ആരൊക്കെ ജ്ഞാനമാർഗത്തിലുണ്ടോ, നമ്മൾ എപ്പോഴും എവിടെയാണെങ്കിലും നമ്മുടെ വ്യവഹാരം തീർച്ചയായും തമ്മിൽ അലൗകികമായിരിക്കണം. അടുത്ത പോയിൻ്റ് ഭൈസാബ് പറയണേ, മമ്മ സമ്പൂർണ്ണ മാതൃദേവിയായിരുന്നു. ദിവ്യഗുണങ്ങളുടെ സാക്ഷാൽ സമ്പൂർണ്ണ ദേവി. മമ്മയുടെ സങ്കല്പങ്ങൾ പർവ്വതം പോലെ ഇളകാത്തതും വാക്കുകൾ മധുരവും സാരയുക്തവും കർമ്മങ്ങൾ ശ്രേഷ്ഠവും യുക്തിയുക്തവുമായിരുന്നു. മമ്മ വളരെ യോഗയുക്തയും വളരെ യോഗയുക്ത ഗംഭീരതയും ശാന്തതയും അമ്മയിലുണ്ടായിരുന്നു. ചുറ്റുമുള്ള അന്തരീക്ഷം, അമ്മയ്ക്ക് ചുറ്റുമുള്ള വായുമണ്ഡലം വളരെ പ്രശാന്തമായിരുന്നു. സർവർക്കും അനുഭവപ്പെട്ടിരുന്നു അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോൾ ആ വായിൽ പോലും ശാന്തത. മമ്മ ഒരു സഞ്ചരിക്കുന്ന ലൈറ്റ് ഹൗസായി എല്ലാവർക്കും അനുഭവപ്പെട്ടിരുന്നു. മമ്മയുടെ ചലനങ്ങൾ ഫരിസ്തേ പോലെയായിരുന്നു. മമ്മ എപ്പോൾ അടുത്തു നിന്ന് അപ്രത്യക്ഷമായി എന്ന് അറിയില്ല. മമ്മ നമ്മുടെ അടുത്ത് നിന്ന് എപ്പോൾ നടന്നു പോയി എന്നും അറിയില്ല. അഥവാ എപ്പോൾ മമ്മ നമ്മുടെ തൊട്ട് പിന്നിൽ വന്ന് നിന്നു, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നും മനസ്സിലായിരുന്നില്ല. ആശ്രമവാസികളായ മക്കൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു. മമ്മ പിന്നിൽ വന്ന് നിന്ന് തങ്ങൾ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അത്ര ശാന്തമായിട്ടാണ് നടന്നു വരാറുള്ളത്. അതേപോലെ പോകുന്നതും ആരും അറിയുമായിരുന്നില്ല. മലാഖയെ പോലെ നടന്നു നീങ്ങുമായിരുന്നു. മമ്മ ആരോടും സംസാരിക്കുന്നത് വളരെ മധുരമായിട്ടും സ്നേഹയുക്തമായിട്ടും വളരെ ബഹുമാനപൂർവവുമായിരുന്നു. മമ്മ എന്നെ എപ്പോഴും ബ്രിജ്മോഹൻ ജി എന്നേ വിളിച്ചിരുന്നുള്ളൂ. കത്തുകളിൽ എനിക്ക് പ്രിയങ്കരനായ ബ്രിജ്മോഹൻ ജി എന്നെഴുതുമായിരുന്നു. കത്തിലൂടെ ആകട്ടെ നേരിട്ടാകട്ടെ ഇടപഴകുമ്പോൾ ആദ്യം അമ്മ ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് ചോദിക്കും. അവശ്യം ആ ചോദ്യം ചോദിച്ചിരുന്നു. ആ അലൗകിക മാതാവിന് മക്കളോടുള്ള നിസ്സീമമായ സ്നേഹം അത്രയും എനിക്ക് തോന്നാറുണ്ട്. ചിലപ്പോൾ ലൗകിക മാതാവിന് മക്കളോടുണ്ടാകുമോ എന്നെനിക്ക് സംശയം തോന്നാറുണ്ട്. മമ്മ തന്നെയാണ് എൻ്റെ ലൗകിക മാതാവും അലൗകിക മാതാവും എന്നെനിക്ക് തോന്നിയിരുന്നു.
മമ്മ സ്നേഹനിർഭരയായിരുന്നു, ഒപ്പം നിയമപൂർണവുമായ ജ്ഞാനദേവിയായിരുന്നു. ലവ് ആൻഡ് ലോ ബാലൻസ്ഡ് ആയിരുന്നു മമ്മയുടെ ജീവിതത്തിൽ. അതിന് ഭായ് സാബ് ഒരു ഉദാഹരണം പറയാണ്. ഞങ്ങൾ കുട്ടികൾ പലപ്പോഴും ഞങ്ങളിലെ അലസത എടുത്തു കാണിക്കുന്ന വിധം നിയമം ലംഘിച്ച് വെറും സ്നേഹം മാത്രം പ്രതീക്ഷിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ മമ്മ വളരെ മധുരമായി കർമ്മത്തിൻ്റെ ഗുഹ്യഗതിയെക്കുറിച്ച് സൂചന നൽകുമായിരുന്നു. ഒരിക്കൽ മമ്മ അംബാലയിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ, ആ സമയത്ത് ഞാൻ ജോലി ചെയ്തിരുന്നത് നങ്കൽ എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടേക്ക് മമ്മയെ ക്ഷണിച്ചു. അവിടെ ബാബയുടെ സേവാസ്ഥാനം ഉണ്ടായിരുന്നു. അപ്പോൾ അംബാല വരെ വരുന്നെങ്കിൽ മമ്മയോട് നങ്കലിലേക്ക് വരാൻ വേണ്ടി അഭ്യർത്ഥിച്ചു. അപ്പോൾ മമ്മ വരാമെന്ന് സമ്മതിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു പ്രോഗ്രാം അവിടെ സംഘടിപ്പിക്കാൻ മമ്മ പറഞ്ഞു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കൂ എന്ന് മമ്മ പറഞ്ഞപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ വീണ്ടും മമ്മയോട് പറഞ്ഞു, മമ്മ നാളെ തന്നെ വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മ പറഞ്ഞു, എനിക്ക് നാളെ വേണമെങ്കിലും വരാം, പക്ഷേ മമ്മ നങ്കലിൽ വരുന്നത് വാർത്ത അറിഞ്ഞാൽ പഞ്ചാബിൻ്റെ പല ഭാഗത്തു നിന്നും ആത്മാക്കൾ എത്തും, അംബാലയിൽ എന്നെ കാണാൻ വേണ്ടി വരും. അവർ നിരാശരായി തിരിച്ചു പോവില്ലേ? അതിൻ്റെ കണക്ക് താങ്കളുടെ മേൽ വരും. അപ്പോഴെനിക്ക് മനസ്സിലായി, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നങ്കലിലേക്ക് വരാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. മമ്മ അംബാലയിൽ വന്നിട്ടുള്ള ന്യൂസ് എല്ലായിടും എത്തുമ്പോൾ മമ്മയെ കാണാൻ ഓരോ ദിവസവും കുട്ടികൾ അവിടേക്ക് വരുമെന്ന് മമ്മയ്ക്ക് അറിയാം. കാരണം ആ സമയത്തൊന്നും ഇന്നത്തെ പോലെ ആശയവിനിമയമൊന്നും അത്ര സ്പീഡിലല്ലല്ലോ. പതുക്കെ അല്ലേ എല്ലാവരും ന്യൂസുകൾ അറിയുക. കത്തുകളിലൂടെയല്ലേ കൂടുതലും. ഫോണും വളരെ കുറവാണ്. പിന്നെ ഉണ്ടായിരുന്ന ഒരേ ഒരു ആശ്രയം ടെലഗ്രാം മാത്രമാണ്. എങ്കിലും ആൾക്കാർ ന്യൂസ് അറിഞ്ഞാൽ പോലെ എത്തിച്ചേരാൻ ഇന്നത്തെ പോലെ അത്രയും ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ഇല്ലല്ലോ. അതുകൊണ്ടാണ് മമ്മ അംബാലയിൽ കുറച്ച് ദിവസം നിന്ന് എല്ലാവരെയും കണ്ടിട്ട് നങ്കലിലേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് എല്ലാവർക്കും പ്രോഗ്രാമിൻ്റെ അറിയിപ്പ് ലഭിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി. അതോടെ ഞാൻ മമ്മ പറഞ്ഞ പ്രകാരം ചെയ്യുകയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മമ്മ നങ്കലിലേക്ക് വരികയും ചെയ്തു. മമ്മ സ്നേഹിയും എന്നാൽ നിയമങ്ങളിൽ പൂർണ്ണമായും സ്നേഹത്തോടൊപ്പം നിയമത്തിൻ്റെ സമ്പൂർണ്ണ ലവ് ആൻഡ് ലോ ബാലൻസ്ഡാണ് മമ്മയുടെ ജീവിതം എന്നെനിക്ക് മനസ്സിലായി. രണ്ടിൻ്റെയും ഒരുമിച്ചുള്ള പ്രയോഗം എത്ര സമർത്ഥമായിട്ടാണ് മമ്മ നിർവഹിക്കുന്നത്. സ്നേഹപൂർണമായ കുട്ടിയുടെ ക്ഷണം സ്വീകരിച്ചു. പക്ഷെ ഒപ്പം തന്നെ മമ്മ നിയമം, കർമ്മത്തിൻ്റെ അതീവ ഗുഹ്യരഹസ്യവും എനിക്ക് മനസ്സിലാക്കി തന്നു. സ്നേഹത്തിന് വേണ്ടി നിയമവും നിയമത്തിന് വേണ്ടി സ്നേഹത്തെയും മമ്മ ഒരിക്കലും ത്യജിച്ചിരുന്നില്ല. ഇതൊരു വലിയ ബാലൻസിങ് ആണ്. ലവ് ആൻഡ് ലോ ബാലൻസിങ്. നമ്മൾ ബാബയുടെ വീട്ടിലിരിക്കുന്ന കുട്ടികളാണെങ്കിലും കുടുംബത്തിലിരുന്നുകൊണ്ട് ബാബ കുട്ടികളായി ജീവിക്കുന്നവരാണെങ്കിലും നമ്മൾ നമ്മുടെ വീടുകളിലും ജോലിസ്ഥലത്തും എല്ലായിടത്തും ബാബയുടെ ഈ ഒരു പാഠം ലവ് ആൻഡ് ലോ ബാലൻസ്ഡ്. സ്നേഹത്തിന് വേണ്ടി നിയമത്തെയും തെറ്റിക്കരുത്, നിയമത്തിൻ്റെ പേരിൽ സ്നേഹവും കുറയരുത്. ബാബ പറയില്ലേ, സ്നേഹത്തിൽ പൊതിഞ്ഞ നിയമം അല്ലേ? അതേപോലെ
നിയമവും സ്നേഹബദ്ധമായിട്ട് കൊണ്ടുപോകണം. ഈ സന്തുലനത്തിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും എത്രത്തോളം അല്ലേ മുന്നിലെത്തിയെന്ന് നോക്കണം. ഒരു വലിയ ബാലൻസിങ് ചെറിയ കാര്യമല്ലല്ലോ സന്തുലനം എന്ന കല. യജ്ഞസംരക്ഷകയായ അമ്മ. അടുത്ത പോയിൻ്റ് ഭായ് സാബ് പറയണേ, രുദ്രജ്ഞാന യജ്ഞത്തിൻ്റെ കാര്യങ്ങൾ പരിപാലിക്കുന്നതിൽ പിതാശ്രീയോടൊപ്പം അന്തിമം വരെ മമ്മയുണ്ടായിരുന്നു. എന്നാൽ മമ്മ സമ്പൂർണമായി അവ്യക്തമായി വദനവാസിയായതിനു ശേഷം മമ്മയുടെ ആത്മാവ് സന്ദേശിയുടെ ശരീരത്തിൽ അല്പസമയത്തേക്ക് വന്നിരുന്നു. അപ്പോൾ മമ്മ സന്ദേശി വഴി എന്താണ് പറഞ്ഞതെന്നറിയാമോ? ആ സമയത്ത് മധുബനിലുണ്ടായിരുന്ന എല്ലാ കുട്ടികളോടും മമ്മ പറഞ്ഞു, ഇനി നിങ്ങൾ കുട്ടികൾ യജ്ഞത്തിൻ്റെ ചുമതലകൾ നിറവേറ്റുന്നതിന് വേണ്ടി പിതാശ്രീയെ പൂർണ്ണമായും സഹായിക്കണം. പിതാശ്രീ വൃദ്ധനാണ്. മമ്മ പോയതിനു ശേഷം അദ്ദേഹത്തെ കൂടുതൽ ഭാരം നിങ്ങൾ ഏൽപ്പിക്കരുത്. ആ വാക്കുകളിൽ നിന്ന് തന്നെ മമ്മ എത്ര പിതൃസ്നേഹിയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ബ്രഹ്മബാബയ്ക്ക് മുമ്പേ മമ്മ പോയില്ലേ? ബാബ 69 പോയത്, മമ്മ 65 പോയല്ലോ. അടുത്ത പോയിൻ്റ് ഭായ് സാബ് പറയണേ, എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മമ്മ സമ്പൂർണ്ണമാകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അബുവിൽ വന്നിരുന്നു. ഒരു ദിവസം പ്രഭാത ക്ലാസ്സിന് ശേഷം, മുരളിക്ക് ശേഷം നക്കി ലേക്കിൻ്റെ അടുത്തേക്ക് നക്കി ലേക്കിൻ്റെ ചുറ്റും ഒരു വലിയ റൗണ്ട് അവിടെ നടക്കാൻ വേണ്ടി പോയി. നടത്തത്തിന് ശേഷം ഞാൻ തിരിച്ച് ബാബ വീടിനടുത്തേക്ക് പാണ്ഡവ് ഭവനത്തിനടുത്തെത്തിയപ്പോൾ മമ്മയുടെ സഹായിയായ ജമുന ബഹനോടൊപ്പം പാണ്ഡവ് ഭവനത്തിൽ നിന്നും തടാകത്തിന് നേരെ നടക്കാൻ പോകുന്നത് കണ്ടു. മമ്മയെ കണ്ടതും എൻ്റെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. മമ്മ അല്പം നടക്കാൻ ഇറങ്ങിയതാണെന്ന് ജമുന ബഹൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും അവരോടൊപ്പം നടക്കാൻ തുടങ്ങി. നടന്ന് അനാദ്ര പോയിൻ്റ്, അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, അവിടെ വരെ എത്തി. അപ്പോൾ പെട്ടെന്ന് മമ്മ അനാദ്ര പോയിൻറ്റിലേക്ക് തിരിയുന്ന വഴിയിലെത്തി. അപ്പോൾ മമ്മ പെട്ടെന്ന് പറഞ്ഞു, വരൂ നമുക്കിന്ന് അനാദ്ര പോയിൻ്റ് വരെ നടന്നിട്ട് വരാം. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. മമ്മയോടൊപ്പം ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നടന്നു ഞാനും. അപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മ, ഇപ്പോൾ മമ്മയ്ക്കറിയാം ഇത് ബ്രിജ്മോഹൻ ഭായിയാണ്, എനിക്കറിയാം ഇത് മമ്മയാണ്. എന്നാൽ സത്യുഗത്തിൽ വെച്ച് നമ്മൾ കാണുമ്പോൾ ഇതൊന്നും ഓർമ്മയുണ്ടാകില്ലല്ലോ. അപ്പോൾ മമ്മ അർത്ഥഗർഭമായി പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. മമ്മയോടൊത്തുള്ള ആ സന്ദർഭം അത്ര സന്തോഷപ്രധാനമായിരുന്നു എനിക്ക്. വഴിയിലുടനീളം ഞാൻ സന്തോഷത്താൽ മതിമറന്നു പോയി. മാത്രമല്ല, ഞാൻ രാവിലെ ഇത്രയും ദൂരം നടന്നതും അറിഞ്ഞില്ല. ജമുന ബഹനും പറഞ്ഞു, മമ്മ സാധാരണ ഇത്രയും ദൂരം നടക്കാറില്ല എന്ന്. അടുത്ത ദിവസം മമ്മയും ബാബയും എന്നോടൊപ്പം ഇരുന്ന് ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ഇന്നും എൻ്റെ മുറിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നാൽ അപ്പോഴെനിക്ക് സ്വപ്നത്തിൽ പോലും ഈ സങ്കല്പം ഉണ്ടായിരുന്നില്ല, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മമ്മ ഞങ്ങളോട് വിട പറയുമെന്നും ഈ കൽപ്പത്തിലെ അന്തിമ കൂടിക്കാഴ്ചയാണിതെന്നും. എന്തിനാണ് ബാബ ഫോട്ടോ എടുപ്പിച്ചത് മമ്മയുടെ കൂടെ എന്നെ ഇരുത്തിയിട്ടെന്ന് മമ്മ ബാബയോടൊപ്പം? അപ്പോഴെനിക്ക് മനസ്സിലായില്ല. ഒരു പക്ഷേ മമ്മയ്ക്ക് അറിയാമായിരുന്നിരിക്കും. അതിനാലായിരിക്കണം ഇത്രയും സ്നേഹം എനിക്ക് ചൊരിഞ്ഞത്.
ഓം ശാന്തി. അതായിരുന്നു ഭായ് സാബിൻ്റെ അനുഭവം. ഓരോരുത്തരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ബാബയുടെ മക്കൾക്ക് എന്താ തോന്നുന്നത്? ആരനുഭവം നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നു, അവരുടെ അനുഭവമായിട്ടല്ലല്ലോ നമുക്ക് തോന്നുക, അല്ലേ? എൻ്റെ അനുഭവമായിട്ട്, എൻ്റെ കൂടെ മമ്മയുടെ കൂടെ ഞാൻ, ആ രീതിയിലല്ലേ നമുക്ക് ബാബയുടെ മക്കൾക്ക് തോന്നുന്നത്. നിമിത്തമാത്ര അനുഭവം അവരാണ് ഷെയർ ചെയ്യണേ. പക്ഷെ നമ്മൾ മമ്മയോടൊപ്പം ജീവിക്കുകയാണ്, അല്ലേ? ഈ ജൂൺ മാസം മുഴുവൻ ഓരോ ദിവസവും അനുഭവം കേൾക്കുമ്പോൾ നമ്മൾ മമ്മയോടൊപ്പം പുനർജീവിക്കുകയാണ് വീണ്ടും. ഓർമ്മകളിൻ പൂങ്കാവനത്തിലേറി ചാരത്തണഞ്ഞു നിൻ മടിയിൽ മയങ്ങിടവേ, ജീവനിൽ ചേർന്നലിയും മാതൃഭാവം അഴൽ നീക്കും വാത്സല്യത്തിൻ ആത്മരാഗം. ശിവജ്യോതിരൂപന്റെ ശക്തി സേനാപതി പ്രിയമമ്മ ജഗദംബ. മുരളീനാദം സംഗീതധാരയായി ഒഴുകിയെത്തിയിടുന്നു കർണങ്ങളിൽ എന്നും. പ്രണവമധുരത്തിൻ അമൃതധാര മറവിക്കും മായ്ക്കുവാനാകുമോ? ശിവജ്യോതിരൂപന്റെ ശക്തി സേനാപതി പ്രിയമമ്മ ജഗദംബ. ആദിദേവി നീ അമൃത സരസിലെ ദേവി. ശിവജ്യോതിരൂപന്റെ ശക്തി സേനാപതി പ്രിയമമ്മ ജഗദംബ.